കുറച്ചൊക്കെ പ്രാർത്ഥനയിൽ വളർന്നു കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കും, ഞാൻ വലിയ പ്രാർത്ഥനക്കാരനാണ്. ശുദ്ധ മണ്ടത്തരാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ പിശാച് വെക്കുന്ന ഒരു പ്രലോഭനമാണ്. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കും, ദൈവത്തോട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. കുർബാന തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കണേ, വിശ്വാസം ആഴപ്പെടുത്തണേ. നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല പ്രാർത്ഥനയും വിശ്വാസവും. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക. ദൈവം തരുന്ന കൃപയാണ് എന്നുള്ളതാണ്. ദൈവം നമുക്ക് തരുന്ന കൃപ കൊണ്ട് നിറയുന്നതാണ്. നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല ആ സാധനം. നമ്മൾ ദൈവത്തിലേക്ക് എന്തോരം ആശ്രയിക്കുന്നു, എന്തോരം ദൈവത്തേക്ക് വിട്ടുകൊടുക്കുന്നു, ദൈവത്തിന് മുമ്പിൽ ഇരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മിലേക്ക് നിറയ്ക്കുന്ന കൃപയാണ് ഈ വിശ്വാസവും അതുപോലെ പ്രാർത്ഥന ചൈതന്യമൊക്കെ. കുറച്ച് കണ്ണടച്ച് പിടിച്ച് നിൽക്കുമ്പോഴേക്കും, കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കരുത് നമ്മൾ വലിയ പ്രാർത്ഥനക്കാരായെന്ന്. ഒരിക്കലുമില്ല. അത് നമുക്ക് ഒരു പ്രലോഭനമായിട്ട് വരുന്നു. അത് നമ്മളെ തന്നെ തളർത്തിക്കളയുന്നു. അതുകൊണ്ട് ഓർക്കുക, പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇങ്ങനെ ദാഹത്തോടുകൂടി ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഈ ശിഷ്യന്മാർ ചോദിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ദൈവം നമ്മൾ ഇങ്ങനെ ആഴപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ആയെന്ന് ഒരിക്കലും ചിന്തിച്ച് അഹങ്കരിച്ച് ജീവിക്കാതിരിക്കുക. നമ്മളൊന്നുമല്ലോ, സീറുവാണ്. ദൈവം നമുക്ക് കൃപ നൽകിയില്ലെങ്കിൽ നമുക്കൊന്നും ഉണ്ടാകില്ല. അത് ബോധ്യം നമുക്കുണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം.